ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വസുന്ധരാമയും ശ്യാമയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് വസുന്ധരാമ ദേഷ്യപ്പെടുകയാണ്. നീ മറഞ്ഞു നിന്ന് കേൾക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അടുത്ത ഗൂഢാലോചനയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇനി ആർക്കെങ്കിലും വിഷം കലർത്തി കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ, അതോ എനിക്ക് തന്നെ തരാനാണോ നിന്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നു. ഐശ്വര്യ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ പോയാൽ തരേണ്ടി വരുമെന്നൊക്കെ. വസുന്ധരാമ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പിറുപിറുക്കുന്നത്? വിഷം ആർക്കെങ്കിലും കൊടുത്തിട്ട് അത് എന്റെ തലയിൽ വെക്കാനാണോ നിന്റെ പരിപാടി? എന്റെ മുന്നിൽ നീ വന്നു പോയേക്കരുത്, എന്റെ അടുത്ത് നിന്ന് പൊക്കോണമെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. ഐശ്വര്യ റൂമിൽ പോയിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം മായയെ ഫോൺ വിളിച്ചിട്ട് ഒന്ന് കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. ഐശ്വര്യ മായയെ പോയി കാണുന്നുണ്ട്. മായ ഐശ്വര്യ കുറ്റപ്പെടുത്തുന്നുണ്ട്. സൂക്ഷിച്ചിട്ട് വേണ്ടായിരുന്നു ആ പൊടിയൊക്കെ കലർത്താനെന്ന് ചോദിക്കുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, ഇനി മായ മാത്രമേ ഉള്ളൂ കുറ്റപ്പെടുത്താനെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മായയോട് പറയുന്നുണ്ട്. ഐശ്വര്യ പറയുന്നുണ്ട്, അരുണിനാണെങ്കിലും ഇപ്പോൾ പഴയ പോലെ എന്നോട് ഒരു സ്നേഹവുമില്ല, എപ്പോഴും ദേഷ്യം മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും കാരണം ആ അശ്വതിയാണെന്ന് പറയുന്നു. അശ്വതിയും ശ്രീകുട്ടിയും ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഞാൻ ചെയ്തതാണ്. പക്ഷെ അതെല്ലാം തകർത്തത് ശ്യാമയും അഖിലുമാണ്. രണ്ടുപേരും അശ്വതിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. മായ ഇപ്പോൾ പറയുന്നുണ്ട്, ശ്യാമയുടെ കാര്യം നമുക്ക് നോക്കാം, അതിനു മുമ്പ് അശ്വതിയാണ് ഒഴിവാക്കേണ്ടതെന്നൊക്കെ പറയുന്നു. അശ്വതി കാരണം അരുണാണെങ്കിൽ നിന്നെ വെറുക്കാൻ തുടങ്ങും, നിന്നോട് ഒട്ടും ഇഷ്ടമില്ലാതാകും. അത് മാത്രമല്ല, അശ്വതി ചിലപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിന്റെയും കൂടെ അമ്മയാകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അശ്വതി ഒഴിവാക്കണം. അരുൺ അശ്വതിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയം നോക്കി അതേ സമയത്ത് ഐശ്വര്യയും അവിടേക്ക് ചെല്ലണം. അവരെ ബെഡ്റൂമിൽ വെച്ച് രണ്ടുപേരെയും പിടിക്കണമെന്നൊക്കെ പറയുന്നു. ശേഷം ആ അശ്വതിയെ പറഞ്ഞു വിടണം, രണ്ടുപേരെയും പൊളിച്ചെടുക്കണമെന്നൊക്കെ പറയുന്നു. മായ ഐശ്വര്യ എരിവ് കയറ്റി വിടുന്നതെല്ലാം കേട്ടിട്ട് ഐശ്വര്യ പറയുന്നുണ്ട്, മായ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ പാട്ട് റെക്കോർഡിംഗ് ആണ്. ശ്യാമ മനോഹരമായിട്ട് പാട്ട് പാടുന്നു. ശ്യാമ പാട്ട് പാടി കഴിയുമ്പോൾ മ്യൂസിക് ഡയറക്ടർ സാർ പറയുന്നുണ്ട്, അതിഗംഭീരമായിട്ടുണ്ട്, ഇനിയും 2 പാട്ട് കൂടി പാടാനുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയാണെങ്കിൽ അശ്വതിയുടെ ഫോൺ എടുത്തിട്ട് അരുണിനെ വിളിക്കുന്നു. അരുണിനോട് ചോദിക്കുന്നുണ്ട്, അരുണങ്ങൾ ഇപ്പോൾ എന്താ എന്നെ കാണാൻ വരാത്തത്, എന്നോട് പിണക്കമാണോ എന്നൊക്കെ ചോദിക്കുന്നു. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, മോളോട് പിണക്കമില്ല, മോളുടെ അമ്മ എന്തിയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും ശ്രീകുട്ടിയുടെ അടുത്തേക്ക് അശ്വതിയും വരുന്നുണ്ടായിരുന്നു. ശ്രീകുട്ടി അശ്വതിക്ക് ഫോൺ കൊടുക്കാതെ അരുണിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അരുണിനോട് പറയുന്നുണ്ട്, അങ്കിൾ ഇന്ന് തന്നെ എന്നെ കാണാൻ വരണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ആഹാരമൊന്നും കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. ശ്രീകുട്ടി നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് അരുൺ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് സമ്മതിക്കുന്നു. ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറയുന്നത് ഐശ്വര്യയാണെങ്കിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അരുൺ ഫോൺ വെച്ച ഉടനെ ഐശ്വര്യയാണെങ്കിൽ മായയെ ഫോൺ ചെയ്യുന്നു. മായയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, അരുൺ അശ്വതിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്, അശ്വതിയാണെങ്കിൽ അരുണിനെ വിളിച്ചെന്നൊക്കെ പറയുന്നു. മായ അപ്പോൾ പറയുന്നുണ്ട്, ഇത് നിനക്ക് പറ്റിയ അവസരമാണ്, ഇന്ന് നീ അരുണിനെ ഫോളോ ചെയ്ത് ചെല്ലണം, എന്നിട്ട് രണ്ടുപേരെ ബെഡ്റൂമിൽ വെച്ച് പിടിക്കണം, നാട്ടുകാരെ മുന്നിൽ അവരെ നാണം കെടുത്തണം, പോലീസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, പ്രശ്നം നീ ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നു. അശ്വതിയെ കൊന്നിട്ട് വന്നാൽ പോലും ആ കേസ് ഒന്നും പ്രശ്നമാകാതെ ഞാൻ നോക്കിക്കോളാം, ഐശ്വര്യയുടെ കൂടെ ഈ മായ എപ്പോഴും ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. ശ്യാമ ഐശ്വര്യ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ഐശ്വര്യ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ അരുണിനെ ഫോളോ ചെയ്ത് ഞാൻ അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലും, അവിടെ ചെന്നിട്ട് രണ്ടുപേരെയും കൈയോടെ പിടിക്കും, പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ മായയെ വിളിച്ചോളാമെന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. ശ്യാമ അതെല്ലാം കേട്ടിട്ട് സ്വയം പറയുന്നുണ്ട്, ഈശ്വര ഇത് പ്രശ്നമാകുമല്ലോ എന്നൊക്കെ. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്